ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ ആദ്യത്തെ സെമി ഫൈനലാണ്. ഫ്രാൻസ് ഇതുവരെ നേരിട്ടതിലെ ഏറ്റവും വലിയ ടീമിനാണ് ഫ്രാൻസ് നേരിടാൻ പോകുന്നത്, സ്പെയിനെ. ഇപ്പോൾ നിലവിൽ സ്പെയിൻ തന്നെ ഉള്ളൂ ഫ്രാൻസിനൊന്ന് പേടിപ്പിക്കാനും. പക്ഷെ അത് മതിയാകില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഫ്രാൻസിനെ പേടിപ്പിക്കാൻ വേണമെങ്കിൽ പറ്റും, പക്ഷെ തോൽപ്പിക്കാൻ സ്പെയിനെ കൊണ്ട് പറ്റില്ല എന്നത് സത്യമായ കാര്യമാണ്. കഴിഞ്ഞ നാഷൻസ് ലീഗിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അവിടെ സ്പെയിനായിരുന്നു ഫേവറേറ്റ്സ്. എന്നിട്ട് പോലും സ്പെയിനെതിരെ 4 ഫ്രാൻസ് അടിച്ചു. 5-4 സ്പെയിൻ ജയിച്ചു. പക്ഷെ ആ ഫ്രാൻസ് അല്ല ഈ വേൾഡ് കപ്പിലെ ഫ്രാൻസ്. ഇന്നത്തെ ഫ്രാൻസ്, അവരുടെ താരങ്ങൾ എല്ലാവരും ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ മത്സരത്തിലെ ഫേവറേറ്റ്സ് ഫ്രാൻസാണ്. ആ ഫ്രാൻസിനെ സ്പെയിനിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് പേടിപ്പിക്കാം. പിന്നെ പോർച്ചുഗലിനെ തോൽപ്പിച്ചതിൻ്റെ വലിയ കോൺഫിഡൻസും സ്പെയിനിൽ ഉണ്ടാകും. ആ കോൺഫിഡൻസിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടതാണല്ലോ, ബെൽജിയത്തിനെ തോൽപ്പിച്ചതൊക്കെ. പക്ഷെ അത് മാത്രം മതിയാകില്ലടാ ഫ്രാൻസിനെ പൊട്ടിക്കാൻ. പിന്നെ അവർ ആ കഴിഞ്ഞ നാഷൻസ് ലീഗിൻ്റെ റിവെഞ്ച് കൂട്ടിയെടുക്കും, ഒരു സംശയവും വേണ്ട. അന്ന് അവർ 4 തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരെത്ര തരും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. പിന്നെ ഫ്രാൻസാണ് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചതിലെ 2 ടീമിലൊരു ടീം. സ്പെയിനാണ് ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയ ടീം. പക്ഷേ ഈ മത്സരം ഒരിക്കലും ഒരു അറ്റാക്ക് വേഴ്സസ് ഡിഫൻസ് മത്സരമാകില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഫ്രാൻസിനെതിരെ ഡിഫൻസീവ് ടാക്ടിക്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് പൂട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമായിരിക്കും. കണ്ണ് പൂട്ടിയിട്ട് കളിക്കാൻ അറിയാൻ കണ്ടോ, അതുപോലെയാണ്. അതായത് മണ്ടത്തരമാണ്. ഫ്രാൻസിനെതിരെ ഒരു ടീമിന് പിടിച്ച് നിൽക്കണമെങ്കിൽ, ജയിക്കണമെങ്കിൽ അറ്റാക്ക് തന്നെ ചെയ്യണം. സ്പെയിൻ അത് തന്നെ ചെയ്യുള്ളൂ. സ്പെയിൻ നാഷൻസ് ലീഗിൻ്റെ സെയിം ടാക്ടിക്സ് ആയിരിക്കും. അറ്റാക്ക് ചെയ്യുക, അവരെ സമ്മർദ്ദത്തിലാക്കുക, അത് ഉപയോഗിച്ചാൽ. അതുകൊണ്ട് തന്നെ നല്ല അറ്റാക്കിംഗ് മാച്ച് കാണാൻ പറ്റും, നല്ല ഗോൾ സ്കോറിങ്ങും നമുക്ക് കാണാൻ പറ്റും എന്ന് തന്നെ കരുതാം. പിന്നെ യമാൽ വേഴ്സസ് എംബാപ്പെ, അത് കുറച്ച് വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടം തന്നെയാണ്. അത് നമ്മൾ ക്ലബിലും കാണാറുണ്ട്. റയൽ വേഴ്സസ് ബാർസ, ആ ഒരു റൈവൽറി. 2 ടീമിനും രണ്ടാൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു കൊടുക്കാൻ താല്പര്യമില്ല. അവരോട് തോൽക്കരുതെന്ന് കരുതുന്നവരാണ് ആരോട് തോറ്റാലും. അതുകൊണ്ട് തന്നെ മത്സരം നല്ല പവർഫുൾ മത്സരം തന്നെയായിരിക്കും. പക്ഷേ സ്പെയിന് പിടിച്ചു നിൽക്കുമെന്ന് തോന്നണില്ലടാ ഫ്രാൻസിനോട്. ഫ്രാൻസിനെ ഒന്ന് പേടിപ്പിക്കാം, പക്ഷെ നല്ല പെർഫോമൻസ് ഫ്രാൻസ് കാഴ്ചവെക്കും. സ്പെയിനെ പൊട്ടിക്കും. 90 മിനിറ്റിൽ കൂടുതൽ വരെ മത്സരം മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഫ്രാൻസ് 3 or 4, 3-4 ഗോളുകൾ അടിക്കും. സ്പെയിന് പതിവ് പോലെ 1 ഗോളായിരിക്കും അടിക്കുക. ഓക്കെ. പിന്നെ സ്പെയിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സബ് മെറീനോ, അതെടുത്ത് പറഞ്ഞിട്ടോ. മെറീനോ എന്നും സ്പെയിന് രക്ഷകനാകാറുണ്ട്. അത് ഈ വേൾഡ് കപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ നാഷൻസ് ലീഗ്, യൂറോയിലൊക്കെ മൂപ്പര് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് സൂപ്പർ സബായിട്ടുള്ളത്. അത് സ്പെയിനൊരു ആശ്വാസമാണ്. എപ്പോൾ ഒരു 75 മിനിറ്റ് വരെയൊക്കെ പിടിച്ചു നിന്നാൽ. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നതാണ് സത്യം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എല്ലാവരും ഫ്രാൻസിൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും.